പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിലും സ്ത്രീയുടെ ശത്രു എന്നും സ്ത്രീ തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ. സ്ത്രീയുടെ ശത്രു എന്നും സ്ത്രീയാണെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സ്ത്രീകളെ അറിയാമല്ലോ. ഈ ഫേക്ക് മീറ്റു ഒക്കെ കൊണ്ട് ഇൻവാലിഡേറ്റ് ചെയ്ത് കളഞ്ഞത് ബാക്കിയുള്ള ജെന്യൂൻ ആയിട്ടുള്ള 1000 കേസുകളായിരുന്നു. അതൊക്കെ സംഭവിച്ചതാണ്. രാഹുൽ ഈശ്വർ പറയുന്ന ഒരു സൈഡിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ സംഭവിച്ചതിനെ എടുത്ത് ഇവിടെ ഉപയോഗിക്കില്ല. I believe in this and I believe in my system. I believe in my law. I believe in my Bharanagana. I believe in my own self. ഞാൻ ജീവിച്ചതും ഞാൻ കണ്ടതുമായ എല്ലാ മനുഷ്യന്മാരെ ഇൻക്ലൂഡിങ് യു ഞാൻ ഭയങ്കരമായി ബഹുമാനിക്കുന്നു. അതാണ് ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ മീഡിയകളും ചെയ്ത് ആദ്യ ദിവസം മുതൽ ഇമോഷൻ ഫീഡ് ചെയ്തു. ഞാൻ രാഹുൽ ഈശ്വറിനോടും ചോദിച്ചാണ്, താൻ മെജോറിറ്റിയുടെ കൂടെ മാത്രമാണ് നിൽക്കുന്നത്, താൻ ഒരിക്കലും മൈനോറിറ്റിയുടെ കൂടെ അല്ല. അപ്പോൾ രാഹുൽ ഈശ്വരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്, എന്തൊക്കെയോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാം കുറെ ആൾക്കാർ എത്തി നിൽക്കുന്നുണ്ട്. രാഹുൽ ഈശ്വർ ആണ് ശരി, രാഹുൽ ഈശ്വർ ഫാൻ പേജുകളൊക്കെ ഉണ്ട്. ഞാൻ ഇത്ര കാലമൊക്കെ കണ്ടിരുന്നത് രാഹുൽ ഈശ്വറിനെ എതിർത്ത് പറയുന്ന ആൾക്കാർ പോലും ഈ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? പക്ഷെ രാഹുൽ ഈശ്വർ ഒരേ കാര്യമാണ് വർഷങ്ങളായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ക്ലിക്ക് ആവും, മനസ്സിലായി? നമ്മളിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിയുള്ള ഒരു കല്ലൊക്കെ കൊണ്ടൊരു മാവത്താണ് ഒരു രാഹുൽ ഈശ്വർ കല്ലെറിഞ്ഞിട്ടു എന്ന് പറയുന്ന പരിപാടിയാണിത്. അല്ലാതെ എനിക്കിനകത്ത് പ്രത്യേകിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും രാഹുൽ ഈശ്വർ പറഞ്ഞു എന്ന് തോന്നുന്നില്ല. പിന്നെ രാഹുൽ ഈശ്വർ പറയുന്ന അസംബന്ധങ്ങള് പല കാര്യങ്ങളും അസംബന്ധങ്ങളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യൻ ജെനുവിൻ ആയിട്ടാ പറയുന്നത്, അതുകൊണ്ടാണ് എനിക്ക് അയാളോട് വേറെ വിരോധമൊന്നുമില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ലേ? അങ്ങനെ നമ്മൾ റെസ്പെക്ട് ചെയ്യല്ലേ? തനിക്ക് റെസ്പെക്ട് തോന്നുന്നില്ല, എനിക്ക് റെസ്പെക്ട് തോന്നുന്നു. അയ്യോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയുള്ള മനുഷ്യനാണ്, ഒരേ കോഴ്സിന് വേണ്ടി ഒരേ രീതിയിൽ ഒരേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്ത് അയക്കറിയാം. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരസ്യങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ അറിയാണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും. അതേ സാധനമാണ് ഇങ്ങനെയുടെ സൈക്കോളജിക്കൽ അപ്ലിക്കേഷൻ. അത് ആർക്കും മനസ്സിലാവാത്തൊന്നുമല്ല. മനസ്സിലാകാനും എടുക്കുന്ന ആൾക്കാരുണ്ട്, അത്ര സമയമൊന്നുമില്ലെന്നേ ആൾക്കാർക്ക്. ചിലപ്പോൾ ഞാനിപ്പോൾ ഇതിനൊക്കെ കാണുന്നതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് രാഹുൽ ഈശ്വറിനെ കാണാൻ പറ്റും. എനിക്കൊരു കോമ്പറ്റീഷൻ ആയിട്ടും അല്ല, ഞാൻ അങ്ങനെ കോമ്പറ്റീഷൻ ആരുമായിട്ടില്ല. എനിക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ കാര്യം ഞാൻ എന്താ പറയുന്നത് എനിക്ക് അതേ പറയാനുണ്ടാവത്തുള്ളൂ. അതെ, ഈ വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, പല സ്ത്രീകളും ഈ പെൺകുട്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കാര്യമുണ്ട്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിലും സ്ത്രീയുടെ ശത്രു എന്നും സ്ത്രീ തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ. സ്ത്രീയുടെ ശത്രു എന്നും സ്ത്രീയാണെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സ്ത്രീകളെ അറിയാമല്ലോ, എന്നിട്ട് നീ പണി തരുന്നു, അങ്ങനെ. പക്ഷെ പുരുഷന്മാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾക്ക് ഒന്നിച്ചു വയ്ക്കും. എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അവിടെ വർക്ക് ആവുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അവന്മാർക്കെല്ലാം ഒരേ കോറ് മറ്റേ ഇതിലല്ലോ ഗ്രീഡില് അല്ലെങ്കിൽ മറ്റേ ഡേർട്ടി മൈൻഡ് സെറ്റിൽ അങ്ങനെ മറ്റേ ഈ ഒരു ടിക്ലിഷ് ഫീലിംഗിൽ എല്ലാവർക്കും ഒരേ ഒരു സാധനം കണക്ട് ആവും. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ട്ലി സ്പേസിൽ സംസാരിക്കാൻ പറ്റുന്ന സ്ത്രീകളെ മര്യാദയായി അഡ്രസ് ചെയ്യുന്ന എത്രയോ സ്പേസുകളുണ്ട്. അവരുടെ ആ സ്പേസ് നമുക്ക് ഒരിക്കലും ഒരു പുരുഷനെ കുറിച്ചിരുന്ന് അത്രയും വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കാൻ ഒരു ഗ്രൂപ്പിൽ പറ്റില്ല. കാരണം ഞാൻ വിചാരിക്കും സ്ത്രീകളൊക്കെ വളരെ ഡീസൻ്റ് ആണ്, അങ്ങനെ സംസാരിക്കുന്നില്ല എന്നല്ല. ഇപ്പം നമ്മൾ മനഃപൂർവ്വം ട്രൈ ചെയ്യും, എന്ത് കുറച്ചൊന്ന് തമാശയാക്കിയാലോ എന്നൊക്കെ, എന്ത് കളിയാക്കിയാലോ. കാരണം നമുക്കൊന്ന് ലൈറ്റ് ആവണ്ടേ, സ്ത്രീകൾക്കൊന്ന് ലൈറ്റ് ആവണ്ടേ. ദേ ഹെവി. പുരുഷനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സ്പേസുകൾ കൊടുക്കുന്നതാണ് ഒരു സ്ത്രീ പുരുഷ റിലേഷൻഷിപ്പിൽ സ്ത്രീ എന്ന് പറയുന്നത്. പുരുഷന് കേപ്പബിൾ അല്ലാത്ത ഇമോഷണൽ സ്പേസുകളെ വർക്ക് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നതാണ് സ്ത്രീ എന്ന് പറയുന്നത്. അവരുടെ ഈക്വൽ ഇമ്പോർട്ടൻ്റ് അവരുടെ ജീവിതത്തിൽ അത് സ്ത്രീയുടെ മാനസികാവസ്ഥയുള്ള ഒരു പുരുഷനാണല്ലോ അങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നൊരു സ്പേസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പുരുഷന്റെ ജീവിതത്തിൽ. അതേപോലെ സ്ത്രീക്ക് ചില സ്പേസുകൾ സെക്യൂർ ചെയ്ത് പോകാനായിട്ട്, ചില സ്പേസുകൾ ഫില്ല് ചെയ്ത് പോകാനും പുരുഷന്റെ ആവശ്യമാണ്. ഇതൊരു ബാലൻസിൽ പോകുന്ന ഒരു കച്ചവടമാണ്. അതിനെ നമ്മളിങ്ങനെ ഞാൻ വലുത് നീ ചെറുത്, അല്ലെങ്കിൽ എനിക്ക് നിനക്ക് വേണ്ടി മത്സരിക്കണോ, എനിക്കൊരിക്കലും പുരുഷന്റെ ഫിസിക് ആവണമെന്നോ അവന്റെ ആരോഗ്യം വേണോ, അങ്ങനെ ഒന്നുമില്ല. എനിക്കത് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ 10 ദിവസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ബോഡി മാറും, അല്ല 1 മാസം പോയി കഴിഞ്ഞാൽ വേറെ രീതിയിലാകും. ഞാൻ മേരി കോമിനെയൊക്കെ കണ്ടിട്ട് ജീവിച്ച ആൾക്കാർ തന്നെയാണ്. ഞാൻ ഇഷ്ടംപോലെ ബോക്സസിന് ഇവരെയൊക്കെ കാണുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ കാണുന്ന ആൾക്കാർക്ക് അത്യാവശ്യം പണിയെടുക്കുന്ന സ്ത്രീകളാണ്. ഞാൻ ജോലി ചെയ്യുന്ന മറ്റേ സ്കൂളിലാണെങ്കിൽ അവിടെ എല്ലാ സ്ത്രീകളും ഒരു പുരുഷന്മാരെക്കാളും കൂടുതൽ വലിയ മരങ്ങളൊക്കെ വെട്ടിക്കെട്ടി തോളലൊക്കെ എടുത്തിട്ട് വരും. ചേട്ടൻ അവിടെ ചെറിയ പണിയായിരിക്കും, ചേട്ടൻ്റെ ഭാര്യ പറമ്പിൽ വലിയ മറ്റേ മരമൊക്കെ പൊക്കിക്കൊണ്ടായിരിക്കും. ഇമാതിരി പണിയെടുക്കുന്ന സ്ത്രീകളെ ഉണ്ട്. അവിടെ തുലനമുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന ഈ ക്ലാസ്സിലാണ് ഈ സാധനങ്ങൾ വേറെ രീതിയിൽ മാറുന്നത്. വീടുകളിലുണ്ടല്ലോ സർവൈവലിന് വേണ്ടി ഒരു 5000 രൂപ 10,000 രൂപ ഉണ്ടാക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. ഞാൻ ഈ തമിഴ്നാട്ടിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന ഏരിയകൾ ആ വാലിയിൽ മൊത്തം അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി അവർ വർക്ക് ചെയ്യുന്നു. ഭാര്യയും ഭർത്താവിൻ്റെ ആകെയുള്ള ഇതാ, രണ്ടുപേരും അടിയൊക്കെ ആയിരിക്കും. പക്ഷെ സ്ത്രീക്ക് ഭയങ്കര പവറാണ്. പുരുഷനും കാണിക്കും, നീ പൊടി ഞാൻ കുടിക്കും, അപ്പോൾ അയാൾ നീ കുടിച്ചിട്ട് വാടാ, നീ പോയതല്ലാതെ കുടിച്ചിട്ട് വാ, കുടിക്കും. എന്നിട്ട് അയാൾ മിണ്ടായിരിക്കും,
മിണ്ടാതിരിക്കുക, എനിക്ക് എന്തായാലും കുടിക്കണം നാളെ, അതുകൊണ്ട് മിണ്ട. ഈ മൂഡിൽ ഒരു ഗീവ് ആൻഡ് ടേക്കിന്റെ ഒരു ബ്യൂട്ടി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ എനിക്കറിയത്തില്ല, അവർക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് അവനെ ആവശ്യമുണ്ട്, അവൾക്ക് എന്നെ ആവശ്യമുണ്ട്, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അതൊരു ഭയങ്കര രസമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അവർക്ക് എത്രയും വിരോധം ഉണ്ടെങ്കിലും അടി ഉണ്ടാക്കിയിട്ടൊക്കെ ആണെങ്കിലും എക്സ്പ്രസ് ചെയ്തിട്ടാണ് ഇവർ പോകുന്നത്. സോറി. അപ്പൊ ഇതൊന്നും നമ്മുടെ നാട്ടിൽ എനിക്കറിയത്തില്ല. നമ്മുടെ ഈ ഒരു പഠിച്ച അല്ലെങ്കിൽ കുറെ കൂടി എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്ന, ഡെവലപ്ഡ് എന്ന് പറയുന്നത്, മോഡേൺ ഇറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറേഷൻ ചേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് ഇവിടെ എത്തിയിട്ടില്ല. അത്രയും ഒരു അക്കോമഡേഷൻ ആയിട്ടില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ആയിട്ടില്ല പരസ്പരം ഉള്ള. അതെനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ ട്രോമ ആക്ച്വലി. ഇറ്റ്സ് എ വെരി സാഡ് സീൻ. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ രാഹുൽ ഈശ്വർ ഔട്ട് ഓഫ് ദ ബോക്സ് കൊണ്ടിടുന്ന ഒരു സാധനമുണ്ട്. മീ ടു ക്യാമ്പയിനുകൾ നമ്മൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാധനം. ലൈക്ക് ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. പക്ഷേ ഈ പറയുന്ന മീ ടു ക്യാമ്പയിനുകൾ ഉണ്ടല്ലോ, ഈ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ താഴെ വീഴ്ത്താൻ വേണ്ടി ഉണ്ടായ ഒരു ക്യാമ്പയിൻ ആയിരുന്നു മീ ടു ക്യാമ്പയിൻ എന്നാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ള പലരും പറയുന്നത്. അങ്ങനെയായിരുന്നു? അങ്ങനെയല്ല, അതിന് വേണ്ടിയിട്ട് ആൾക്കാർ അതിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പല സ്പേസുകളും തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ മീ ടു ക്യാമ്പയിൻ ഒരിക്കലും അതല്ല. മീ ടു ക്യാമ്പയിൻ എങ്ങനെ വന്നേ, അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, അത് എവിടെയാണ് ഇവിടെ എത്തിയത് എങ്ങനെയാണെന്നും, ഇവിടെയുള്ള സംഘടനകൾ, WCC പോലുള്ള സംഘടനകൾ അത് ഏറ്റെടുത്തിട്ട് ഞാൻ അവർക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചത്. Honestly, I just sent them a message saying like, I have something to say. Are you ready to take it? Then I got an automatic response, thank you for responding to WCC. I said, look, oh nice. And they didn't call me, they didn't address it, they didn't do anything. So appo eniki manasilayi idinathu avarku control undu, avarku oru limitation undu. Inna aalkare parayan paadilla, inna space il nikkana, inna സ്ത്രീകളെ അഡ്രസ് ചെയ്യാം, അതുണ്ട്. വയസ്സ് സ്ത്രീകൾക്ക് തന്നെ, നേരത്തെ ചോദിച്ചില്ല, സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ. യെസ്, ചില സ്ഥലങ്ങളിൽ സ്ത്രീകളെ, ധൈര്യമുള്ള സ്ത്രീകൾക്ക് ഇത്രേ ധൈര്യം പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ സമൂഹം നിങ്ങളെ ഇങ്ങനെ കാണും, നിനക്ക് സ്പേസിലുണ്ടാകും, നിന്റെ ജീവിതം നശിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. എനിക്ക് അങ്ങനെ അത്രയും ചിന്തിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് ബോധമുണ്ട്, എനിക്കറിയാം ഞാൻ ഒരു മനുഷ്യനെ ഹാം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പോകില്ല. ഞാൻ ആരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, വേറൊരാൾ നശിച്ചിട്ട് എനിക്ക് ജീവിക്കണമെന്നില്ല. എൻ്റെ കയ്യിൽ 3 ചപ്പാത്തി ഉള്ളപ്പോൾ താൻ 1 ചപ്പാത്തി എടുത്തു. പക്ഷെ 3 എടുക്കുകയാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഒരെണ്ണം എടുത്തു, എൻ്റെ കൂടെ 4 പേരുണ്ട്, 3 എണ്ണത്തിൽ ഒരെണ്ണം താനും എടുത്തു, ബാക്കി 2 എണ്ണം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഐ എം തിങ്കിങ് വി ക്യാൻ ഷെയർ ഇറ്റ്. 3 എടുത്തു കഴിഞ്ഞാൽ ഐ ഓട്ടോമാറ്റിക്കലി റെസ്പോണ്ട്, റൈറ്റ്? സോ ഡോണ്ട് ടേക്ക് മൈ സോൾ ഔട്ട്. യു പണിഷ് മീ, യു ക്രിട്ടിസൈസ് മീ, യു പോയിന്റ് ഔട്ട് തിങ്സ്, ഐ എഗ്രി. ഞാൻ പഠിക്കും, ഞാൻ മനസ്സിലാക്കി, ഞാൻ അതിനെ തിരുത്താനോ കറക്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആണെങ്കിൽ അതിന്റെ ജസ്റ്റിഫിക്കേഷനോ അല്ല എക്സ്പ്ലനേഷനോ തരാൻ തയ്യാറായിരിക്കും. അതെ. പക്ഷെ നീ എന്നോട് എൻ്റെ ലിമിറ്റേഷൻ, ഇതാണ് നിന്റെ ലിമിറ്റ്, ഇവിടെയാണ് നീ നിൽക്കേണ്ടത്, അല്ലെ ഇങ്ങനെയാണ് നിന്റെ വരാന്ന് പറയരുത്. ഈ ഫേക്ക് മീറ്റു ഒക്കെ കൊണ്ട് ഇൻവാലിഡേറ്റ് ചെയ്ത് കളഞ്ഞത് ബാക്കിയുള്ള ജെന്യൂൻ ആയിട്ടുള്ള 1000 കേസുകളായിരുന്നു. അതൊക്കെ സംഭവിച്ചതാണ്. രാഹുൽ ഈശ്വർ പറയുന്ന ഒരു സൈഡിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ സംഭവിച്ചതിനെ എടുത്ത് ഇവിടെ ഉപയോഗിക്കില്ല. ഇപ്പൊ ആ സമയത്ത് അത് പറയണമായിരുന്നു. അന്ന് തീർക്കേണ്ട കാര്യങ്ങൾ അന്നത്തെ സാധനം കോട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് നിരന്തരമായി ഇപ്പോഴും സ്ത്രീകൾ ബസ്സിലും പുറത്തും ഇപ്പൊ ഈ നിമിഷവും പോലും ഏതെങ്കിലും ബസ്സിൽ നടക്കുന്നുണ്ടാവും, എവിടെയെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടാവും. ഇവിടെ ഈ കേരളത്തിൽ തന്നെ ആവണമെന്നില്ല, ഇന്ത്യയിൽ പലയിടത്തും പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ടാവും. അപ്പൊ ഇതിനൊന്നും അഡ്രസ് ചെയ്യാതെ, ഇതിനൊക്കെ ഭയങ്കര, ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, സ്ത്രീകളും ഫെമിനിസ്റ്റുകളും ഉണ്ടാക്കുന്നതാണ്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, അവർ പൊട്ടു തൊടുന്നു. എന്റെ പൊന്നളിയ, എന്റെ അമ്മയൊക്കെ വലിയ പൊട്ടു തൊട്ടാണ്. അയാൾ വേറെ വലിയ ബിന്ദി വെച്ചിട്ട് നാളെ മുതൽ ഞാൻ ടിക്കയോ എന്തെങ്കിലും ഇട്ട് നടക്കുകയാണെങ്കിൽ അവർ പറയും കുലസ്ത്രീയാണെന്ന് പറയും, അല്ലെങ്കിൽ മറ്റേ കണ്ടില്ലേ അവള്. അപ്പൊ ഫെമിനിസ്റ്റുകൾ പറയും കണ്ടില്ലേ അവള് പൊട്ടു തൊട്ടിട്ട് അതിന്റെ മണ്ട ചന്ദനക്കുറി ഇട്ട് അവള് ഹിന്ദുസം മറ്റേ പ്രൊമോട്ട് ചെയ്യാം. എനിക്ക് ഒരു വഴിയും പോകാൻ പറ്റാത്ത അവസ്ഥ. എനിക്കാണ് വിഭൂതി തൊടുന്ന ഇഷ്ടമുള്ള ഒരാളാണ്. വിഭൂതിയുടെ വേറെ എന്ന് വെച്ചാൽ എൻ്റെ അമ്മേനെ ഞാൻ അങ്ങനെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ അത് തൊടാനൊക്കെ പേടിയാണ്, കാരണം ഏതെങ്കിലും കാറ്റഗറിയിൽ നമ്മൾ പെട്ടുപോകുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ അതിനെ ഓവർകം ചെയ്ത് ഇപ്പൊ ഞാൻ ഒരു സാധനം അഡ്രസ് ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾ പറയായിരിക്കും ഞാൻ ബേസ്ലെസ് ആണ്, അതാണ് ഇതാണ്, എന്നെ അത് ബാധിക്കുന്നില്ല. I don't want to prove anymore. I believe in this, and I believe in my system, I believe in my law, I believe in my Bharanagana, I believe in my own self, ഞാൻ ജീവിച്ചതും ഞാൻ കണ്ടതുമായ എല്ലാ മനുഷ്യന്മാരെ ഇൻക്ലൂഡിങ് യു ഞാൻ ഭയങ്കരമായി ബഹുമാനിക്കുന്നുണ്ട്. ആ ബഹുമാനം നിലനിർത്തേണ്ടത് നിങ്ങളുടെയും കൂടെ ആവശ്യമാണ്, നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഒരു ബന്ധം, ഏതുതരം ബന്ധമാണേലും, അതിപ്പോ ബസ്സിൽ നിന്ന് 2 പേര് തട്ടുന്ന കാര്യമാണെങ്കിലും 2 പേരുടെ ഉത്തരവാദിത്തമാണ്. ആ 2 പേരും അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. എനിക്കിത് ഫേസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ദീപകിന് മുന്നോട്ട് മാറായിരുന്നു. ഇത് കൃത്യമായി ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടേ പോകൂ എന്നുള്ള സ്റ്റബേൺനെസ് കാണിച്ച് അവിടെ നിന്ന് ഇത് ഷൂട്ട് ചെയ്ത് ഷിംജി, ഇതൊക്കെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. ആ ഇന്റൻഷൻ ഒരിക്കലും അയാളെ ബാഡ് ആക്കുന്നില്ല, അയാൾ ചെയ്ത ബാഡ് ഞാൻ പ്രൂവ് ചെയ്യുമെന്നുള്ള അഡമന്റ് സാധനമായിരുന്നു. അത് നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അത് ബാഡ് ആയിരുന്നു. പക്ഷെ അവർ അതല്ല ശ്രമിച്ചത്. ഷീ ട്രൈ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. അന്നത്തെ അവർ പറഞ്ഞ ഒരു ഡയലോഗേ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുക എന്നല്ല, ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ.
ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളും നിങ്ങളുടെ അയാളുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ട് ഇയാളെ തിരുത്താൻ വേണ്ടി ചെയ്യണം. അപ്പൊ 41 വയസ്സുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് തിരുത്താൻ കഴിയുക? അങ്ങനെ ഒരു ഷിം ചെയ്ത ഒരു ബുദ്ധിയുള്ള സ്ത്രീയാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുകയോ വാദിക്കപ്പെടുകയോ ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒരു സ്റ്റുപ്പിഡിറ്റി കാണിച്ച ബുദ്ധിയില്ലായ്മ കാണിച്ച ഒരു സ്ത്രീയാണ്. അവരിതല്ലായിരുന്നു ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും വാദിക്കും, എപ്പോഴും പറയും. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അയാൾ ഇന്നസെന്റ് ആണെന്ന്. ഇത്രേ പറയുന്നുള്ളൂ. അയാൾ ചെയ്തത് ആ ആക്ഷൻ റോങ് ആണ്, അതെനിക്ക് ഇപ്പോഴും തോന്നുന്നു. Then why you are not taking my feeling? Why you are not taking 100 or thousands of other women and other people's feeling? ആരും എടുക്കുന്നില്ല. അവരെയൊക്കെ ഇഗ്നോർ ചെയ്ത് നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് പറയാൻ. അപ്പോൾ ആൾക്കാർ പേടിക്കും, അയ്യോ മരിച്ച ഒരാളെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്. സോ ദിസ് മോബ് ക്രിയേഷൻ ഉണ്ടല്ലോ, ഈ ഭീതി ഓൾറെഡി ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ. ഭീതി, അതായത് ഇപ്പൊ ഇനി പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും പുറത്തു വരാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് കളഞ്ഞത്. അതാണ് ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ മീഡിയകളും ചെയ്ത് ആദ്യ ദിവസം മുതൽ ഇമോഷൻ ഫീഡ് ചെയ്ത് തുടങ്ങി. അയ്യോ കഷ്ടം, അയ്യോ അവൻ മരിച്ചു. ഇതെന്താണ്? ഇത് നിങ്ങൾ കൊടുക്കുന്ന ഒരു തരം മറ്റേ സൈക്കോളജിക്കൽ ഇറ്റ്സ് ലൈക്ക് യു പ്രഷറൈസിങ് യുവർ ഇംപ്ലിമെന്റ്. ചാപ്പ കുത്താണ് നിങ്ങൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾ ഇത് എടുക്കുക, കണ്ടോ ഈ ഇമോഷൻ നിങ്ങൾ എടുക്കുക, ഇതാണ് ജനങ്ങളെ, ഇതാണ് വൈകാരികത, ഇങ്ങനെയാണ് നിങ്ങൾ. അവിടെ മീറ്റിങ്ങിൽ വന്ന സാധാരണ കുറേ അമ്മച്ചിമാർ ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരെല്ലാം പറയും ഞങ്ങളൊന്നും ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യുന്നത്. അടിപൊളിയാണ്, നിങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്യേണ്ട. ഒരു സേഫ്റ്റി പിൻ കൊണ്ട് പോകണം. നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരുത്തൻ നമ്മളെ പിടിക്കുന്ന സമയത്ത് ഞാൻ സേഫ്റ്റി പിൻ തപ്പിയെടുത്ത് അതും കൊണ്ടൊക്കെ വന്ന് തുറന്ന് കുത്തി അവരെ കുത്തുന്നതിന് പകരം ഞാൻ എന്നെ കുത്തി ബ്ലഡ്. അപ്പോൾ എന്ത് സീനാണ് ഇതൊക്കെ? ഇതൊക്കെയാണ് ഒരു സൊല്യൂഷൻ, ഒരു എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തരുന്നത്. സേഫ്റ്റി പിൻ പണ്ട് ഞാൻ പറഞ്ഞു മാൻ സേഫ്റ്റി പിന്നൊക്കെ കൊണ്ട് സെപ്റ്റിക്കായി മരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓൾറെഡി സെപ്റ്റിക് ആകുന്ന ബോഡിയാണല്ലോ. അങ്ങനത്തെ ബോഡികളില്ലേ, ഇൻഫെക്ഷൻ ആകുന്ന ബോഡികളുണ്ട്. എന്ത് ജയിലിൽ കയറേണ്ട അവസ്ഥ കൊലപാതകത്തിനുണ്ടാവും. അത് ആത്മഹത്യാ പ്രേരണയ്ക്കാണ്. ഇപ്പം നാളെ കൊലപാതകത്തിന് നമ്മൾ കയറേണ്ടി വരും, കത്തിയും മറ്റേ സേഫ്റ്റിനും ഒക്കെ ആയി പോയാൽ. അപ്പോൾ നമ്മൾ ഈ മീറ്റു ക്യാമ്പയിനുകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഈ മീറ്റു ആരോപണങ്ങൾ നേരിട്ട ആൾക്കാരുണ്ടല്ലോ, ഈ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ഇവർക്കൊപ്പം നിൽക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ടല്ലോ. ഇപ്പോൾ എന്റെ ജീവിത പങ്കാളി, ഇപ്പോൾ എനിക്കൊരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ അദ്ദേഹം ഇത്തരം ഒരു അബ്യൂസറാണ്, എനിക്ക് അയാളുടെ ഒപ്പം നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, എന്റെ പാർട്ണർ അങ്ങനെ ചെയ്യില്ല എന്നൊരു സാഹചര്യത്തിൽ നിൽക്കേണ്ടി വരുന്ന സ്ത്രീകളില്ലേ ഇപ്പോഴും? അങ്ങനെയല്ലായിരിക്കും. എൻ്റെ പാർട്ട്ണർ അങ്ങനെ ചെയ്താലും എനിക്ക് അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്നത് എൻ്റെ പാർട്ട്ണർ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തം അവർ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും അവർ മനസ്സിലാക്കാതെ നിൽക്കുന്ന സ്ത്രീകളൊന്നുമല്ല കേരളത്തിലെ മറ്റേ വീട്ടമ്മമാരെന്ന് പറയുന്ന, കേരളത്തിലെ വീട്ടമ്മമാരെന്ന് പറയുന്ന ആൾക്കാർക്ക് നല്ല ബോധവും വിവരമുണ്ട്. അവരെത്ര വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുത്താലും സ്കൂളിൽ പോയോ അങ്ങനത്തെ അപ്പുറത്തേക്ക് കാഴ്ച ഭയങ്കര വലുതാണ്. അവർക്കറിയാം ഈ സമൂഹം എങ്ങനെയാണ് നടക്കുന്നതെന്ന്, ഈ സമൂഹത്തിൽ എങ്ങനെ നിന്നാലാണ് ബഹുമാനം കിട്ടുന്നത്. ഞാനൊരു വീട്ടമ്മയായി എൻ്റെ ജീവിതം ഇതാണ്, ഇതിനെ ഇനി എങ്ങനെ ബെറ്റർ ആക്കാം, ഇയാൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞു, ഇനി അയാളുടെ കൂടെ നിന്ന് എങ്ങനെ അതിനെ നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ജീവിതം നന്നാക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അല്ല ഒരു മോശം സമയത്ത് കളഞ്ഞിട്ട് പോയ ഭാര്യയെ നാട്ടുകാർ എന്ത് പറയും? അങ്ങനെ ഇല്ല അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം മോശമാണേലും കുഴപ്പമില്ല, എൻ്റെ ജീവിതം ഇതാണല്ലോ. എടോ എനിക്ക് വേറൊരു ജീവിതം വേണ്ട. ഞാനിപ്പോൾ കല്യാണം കഴിച്ച് 10-20 വയസ്സ് വരെ ഒരാളുടെ കൂടെ ജീവിച്ചു. അയാൾ നാളെ പോയി കഴിയുമ്പോൾ എനിക്ക് എന്ത് ജീവിക്കണമെന്ന് അറിയാത്ത രീതിയിൽ ഞാൻ ലോക്ക്ഡൗൺ. അവിടെ 80% ആൾക്കാരും അങ്ങനെയാണ്. പിന്നെ ഉണ്ട് ആളുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നൊരു സ്പേസാണ്, ഞാൻ മറ്റാരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വേറെ ഏതൊരു പെണ്ണിനില്ല, അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒട്ടുമിക്ക സ്ത്രീകളും കുടുംബത്തിൽ പുരുഷന്മാർക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ, അവരെ ന്യായീകരിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പേസാണത്, അവരുടെ സെക്യൂരിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവർക്ക് ധൈര്യമില്ല അതിനെ ബ്രേക്ക് ചെയ്യാൻ. അത് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സെക്യൂർ സ്പേസ് ഇല്ല. അങ്ങനെ എല്ലാ സ്ത്രീകളും കൊടി പിടിച്ചിറങ്ങുന്നതെന്ന് നമുക്ക് വാദിക്കാനോ, എല്ലാ സ്ത്രീകളും നിങ്ങളും ഉന്നമനത്തിന് ഞാൻ അങ്ങനെ ഫീഡ് ചെയ്യുന്ന ഒരാളെ അല്ല ഞാൻ ഒരിക്കലും ആരോടും പറയില്ല എന്നെ ഫോളോ ചെയ്യും, ഞാൻ ചെയ്യുന്നത് ചെയ്ത് ജീവിക്കും. ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രശ്നമാണ്, നല്ല പണി ആളുകളൊന്നും ചെയ്ത്. ഇതൊക്കെ നമ്മുടെ ഗതികേട് തന്നെയാണ്, ഇത് പറയേണ്ടി വരുന്നത്. അല്ലേ, ഗതികെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്ത്രീ. പക്ഷെ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ഒരു പെൺകുട്ടി കൊണ്ടുപോയി പരാതി കൊടുത്താൽ അപ്പോൾ FIR ഇടും, അപ്പോൾ നടപടിയെടുക്കും. ഒരു പെൺകുട്ടിയുടെ മൊഴിയാണ് ഒരു പുരുഷന്റെ ജീവിതം നശിപ്പിക്കുക, പെൺകുട്ടികൾക്ക് ഇവിടെ കൂടുതൽ നീതി ലഭിക്കുന്നു, പെൺകുട്ടികൾക്കൊപ്പമാണ് നീതി ന്യായവും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണോ? നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു സ്ത്രീ കൊണ്ടുപോയത് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിതരാകും പോലീസുകാർ. ഒരു സമയത്ത് നിർബന്ധിതരാണ് പോലീസുകാർ കേസെടുക്കാൻ. പക്ഷെ ആ സ്ത്രീ അത്രയും നിന്ന് ഫൈറ്റ് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അല്ലാതെ കൊടുത്ത ഉടനെ അല്ലെ എഴുതി കംപ്ലൈന്റ് കൊടുക്കണം. റൈറ്ററിന്റെ അടുക്കലൊന്ന് പോയി നോക്ക്, ഓരോ റൈറ്റേഴ്സും ഓരോ രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ. എന്ത് സംഭവിച്ചു, എന്നിട്ട് അവൻ പിടിച്ചിട്ട്, എന്നിട്ട് പിന്നെ അതിന് എനിക്കിത് ഉണ്ടായിട്ടുണ്ട്. ഞാനിത് കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോൾ തന്നെ ട്രിവാൻഡ്രം പോലീസ് സ്റ്റേഷനിൽ റൈറ്റർ ഇപ്പം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, മരിച്ചു പുള്ളി പണ്ടുണ്ടായിരുന്ന. എന്തുണ്ടായി, എങ്ങനെ ഉണ്ടായി, എന്നിട്ട് ആര് പിടിച്ചോ, പീഡിപ്പിച്ചോ, എന്നിട്ട് ഡ്രസ് ഊരിയോ, എന്നിട്ട് ഡ്രസ് ഊരിയിട്ട് എവിടെ, എങ്ങനെ
ഒരു പ്രായം നമുക്ക് അത്ര പ്രായമൊന്നുമില്ല, വളരെ കുഞ്ഞ്. നമ്മൾ എങ്ങനെ ഇതിനെ ഈ റെസ്പോണ്ട്? 4 ചോദ്യങ്ങൾ മതി, പിന്നെ ഒരിക്കലും അങ്ങോട്ട് എൻ്റെ പോകാൻ. അനിയൻ കുഞ്ഞനിയൻ ബാക്കിലിരിക്കും, ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എൻ്റെ ദൈവമേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുക. ഞാൻ പക്ഷെ ധൈര്യവും പറഞ്ഞു കരഞ്ഞിരുന്നിട്ട് ഉണ്ടായ കാര്യം ഞാൻ പറയാം. ഭയങ്കര കരച്ചില്ല, എനിക്കാണെങ്കിൽ ഒരു ബോധമില്ല, ഞാൻ പൊട്ടക്കളത്തിലെ തവളയാണ്. നാട്ടിൽ നിന്നൊക്കെ ഞാൻ വെളിയിലിറങ്ങി മറ്റേ ചേട്ടന്മാരൊക്കെ കൊണ്ടു നടന്ന്, മറ്റേ എന്നെ വളർത്തിയത് മുഴുവൻ ഞാൻ പറയാം മറ്റേ നാട്ടിലുള്ള ചേട്ടന്മാർ, RSSകാർ ചേട്ടന്മാരാണ്. ഓണസ്റ്റ്ലി അവരാണ് എന്നെ എടുത്ത് കൊണ്ട് നടന്നത്. എൻ്റെ നാട്ടിലൊരിക്കലും ബേസിക്കലി ഒരു എനിക്കറിയില്ല, നാട്ടുകാരിടപെടുമ്പോൾ ഞാൻ ജാതിയോ അല്ലെ മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നും പ്രശ്നമില്ലാതെ തന്നെ ആളുകൾ ഭയങ്കര രസകരമായിട്ട് അഡ്രസ്സ് ചെയ്യുക, ഇടപെടുകയും ചെയ്യുന്ന ഒരു നാടുണ്ട് എനിക്ക്. എൻ്റെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ സ്ഥലം എവിടെയാണ്? പത്തനംതിട്ടയിലാണ് നാട്. പക്ഷേ പത്തനംതിട്ടയിൽ 20 പേരുള്ളൂ, നെല്ലാടാണ് എൻ്റെ സ്പേസ്. അവിടെയുള്ള ആൾക്കാർ ഇന്ന് രാവിലെ ഞാൻ പോയപ്പോഴും അവരൊക്കെ മറ്റേ പല സംഘടനയുടെ ആൾക്കാരായിരിക്കും. അപ്പം ഞാനൊരു പയ്യനിങ്ങനെ പോകും, അവന് മറ്റേ BJP മെമ്പറാണ്. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ മെമ്പറാ എന്നടാ, കണ്ടു മുഖം കുറച്ച് പോലെ, ഞാൻ വെയിൽ അപ്പൊ ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നിട്ട് അപ്പത്തെ വീട്ടിലെ ചേട്ടൻ എന്തിനാണ് അവള് പോയി അവിടെ പോയി നിലയ്ക്കുന്നത്, വേറെ ഒരു പണിയില്ല, കുറച്ച് സമാധാനമായിട്ടിരിക്കുകയാണ്, എന്തിനാ അവള് പോയത്? പിന്നെ ഞാൻ ഓരോ ചേട്ടന്മാരോട് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നത്, എന്ത് ചെയ്യാനാ ചേട്ടാ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കൂടെ ചെയ്യണം, ഞാൻ തൊട്ടത് തന്നെ ചേട്ടാ, അല്ല നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ആ തൊട്ടതാടി, ഇങ്ങനൊക്കെ ചേട്ടൻ പുറത്ത് പറയണ്ട. ഒരു 10 പേർ കൂടി നിന്നവരാരും അറിയില്ല. ഇല്ലില്ല, അത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജനവികാരം അല്ല അതായത് കൂട്ടായ്മ, മെജോറിറ്റി. ഞാൻ രാഹുൽ ഈശ്വരനോടും ചോദിച്ചാണ്, താൻ മെജോറിറ്റിയുടെ കൂടെ മാത്രമാണ് നിൽക്കുന്നത് എപ്പോഴും, താൻ ഒരിക്കലും മൈനോറിറ്റിയുടെ കൂടെ അല്ല നിൽക്കുന്നത്. ഈ മെജോറിറ്റി ഓഫ് വികാരത്തെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളത്, അല്ലെ മൈനോറിറ്റി ആണെങ്കിൽ അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ഡോണ്ട് ഫീൽ ദ ഡെപ്ത് ഓഫ് രാഹുൽ ഈശ്വർ. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് പുള്ളി സംസാരിക്കുമ്പോൾ. അല്ലാതെ എനിക്ക് ആ വ്യക്തിയോടൊരു ദേഷ്യമില്ല, ഡെപ്ത് ഇല്ല, പെരിഫറലാണ് പുള്ളിയുടെ അഡ്രസ്സിങ് മൊത്തം. പുള്ളിയുടെ വികാരങ്ങൾ എനിക്ക് ഡീപ്പായിട്ട് തോന്നിയിട്ടില്ല. പുള്ളി അഡ്രസ്സ് ചെയ്യുന്നതിന്റെ ജെനുവിനിറ്റി, നോളജ് ഉണ്ട്, റെഫറൻസ് ഉണ്ട് പുള്ളിക്ക്, ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുണ്ട്, പക്ഷെ ഐ നെവർ ഫെൽറ്റ് ദാറ്റ് he is a person that he understand the emotions of human. Human emotion മനസ്സിലാവില്ല. അയാളൊരു പുരുഷന്മാരുടെ പോലും ഇല്ല, അയാളൊരു എക്സ്ട്രീമിസ്റ്റ് ആണ്. അപ്പൊ അയാൾ ആ എക്സ്ട്രീം ചിന്താഗതി മാത്രമേ അയാൾ കാണുന്നുള്ളൂ. അയാളുടെ ചിന്താഗതിയിൽ അഡമന്റ് ആണ് പുള്ളി. അയാളുടെ ചിന്താഗതി നടപ്പിലാക്കുക എന്നുള്ളൊരു അജണ്ടയോട് കൂടിയുള്ള അയാൾ ഭയങ്കര കൃത്യമായ പ്രോപ്പഗൻഡയുള്ള മനുഷ്യനാണ്. കൃത്യമായിട്ട് ആർക്കും അറിയാത്ത ഇതൊക്കെ ഭയങ്കര വിസിബിൾ ആണ്. ഞാൻ ഒരു പാർട്ടിയുടെ ഇതിനെ ഒന്നിനും എതിരല്ല, പക്ഷെ എക്സ്ട്രീമിൽ പോവുകയോ പ്രത്യേക അജണ്ടയോടുകൂടി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന എന്ത് നയങ്ങളും എന്ത് റൂൾസും എന്നെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പം ഞാൻ അതിനെതിരെ നിൽക്കും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് സ്ഥിരമായ ഒരു ശത്രു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യനും അങ്ങനെ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല, സ്ഥിരമായ ഒരു ശത്രു.